മദ്യത്തിനു പകരം മറ്റു ലഹരിമരുന്നുകൾ ഉപയോഗിച്ചാൽ പോലീസ് പിടിക്കില്ലെന്ന വിശ്വാസം ഇനി വേണ്ട. മദ്യപിക്കുന്നവരെ കണ്ടെത്താനുള്ള ബ്രീത്ത് അനലൈസർ മാത്രമല്ല, ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരെ പിടികൂടാനുള്ള ഡ്രഗ് സ്ക്രീൻ ടെസ്റ്റ് ഡിവൈസും പോലീസ് സ്റ്റേഷനുകളിൽ എത്തി. ചൈന ആസ്ഥാനമായുള്ള അബോൺ എന്ന ബയോഫാം കമ്പനിയുടെ ഉൽപ്പന്നമായ ഡ്രഗ് സ്ക്രീൻ ടെസ്റ്റ് ഡിവൈസ് ആണ് ഓരോ സ്റ്റേഷനിലേക്കും നൽകുന്നത്. കേരളത്തിൽ MDMA അടക്കമുള്ള ലഹരി മരുന്നുകളുടെ വരവും ഉപയോഗവും വർദ്ധിച്ചതോടെയാണ് പോലീസിന്റെ പുതിയ നീക്കം. സംശയം തോന്നി പിടികൂടുന്നവരുടെ കയ്യിൽ നിന്നും ലഹരിമരുന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ലഹരിമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംശയം തോന്നിയാൽ പോലീസിന് ഡ്രഗ് സ്ക്രീൻ ടെസ്റ്റ് ഡിവൈസ് ഉപയോഗിച്ച് പരിശോധിക്കാം. വിദ്യാർത്ഥികളിൽ പോലും നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യാപകമാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് തന്ത്രപരമായ പരിശോധനയുമായി എക്സൈസ് നീങ്ങുന്നത്. MDMA തുടങ്ങി 17 തരത്തിലുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ളവരെ ഇതിലൂടെ കണ്ടെത്താം. ഇനി പരിശോധന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അബോണിന്റെ ഒരു തവണ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു കിറ്റിന് ഏകദേശം 500 രൂപയാണ് വില. പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന് സംശയം തോന്നുന്ന പക്ഷം ഉടനടി എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിന് സജ്ജമാക്കിയതാണ് ഈ കിറ്റ്. ഇതുപയോഗിച്ച് ഒറ്റ തവണ കൊണ്ട് ഒന്നിലധികം ലഹരി പരിശോധന നടത്താനും അതുവഴി ഏത് ലഹരി വസ്തുവാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്താനും സാധിക്കും. ഗുജറാത്തിലെ വഡോദരയിലാണ് ഇത്തരമൊരു ടെസ്റ്റിംഗ് കിറ്റ് ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് രാജ്യത്ത് ആദ്യം തുടക്കമിട്ടത്. യുവാക്കളിലും ലോറി ഡ്രൈവർമാരിലും ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് തടയാനാണ് ഗുജറാത്ത് പോലീസ് ഈ സംവിധാനത്തിന് തുടക്കമിട്ടത്. ഈ മാതൃകയിലാണ് കേരളത്തിലും പരിശോധന നടത്തുക. ഇതിന് ഉമിനീർ മാത്രം ശേഖരിച്ചാൽ മതിയാകും. 10 സെന്റിമീറ്റർ നീളമുള്ള കിറ്റിനുള്ളിൽ സ്പോഞ്ച് ചുറ്റിയ നീഡിൽ, ടെസ്റ്റിനുള്ള ദ്രാവകം എന്നിവയുണ്ട്. ഉമിനീർ ശേഖരിക്കാൻ കിറ്റിനുള്ളിൽ സ്പോഞ്ച് ഉൾപ്പെടുന്ന ഭാഗം ഉപയോഗിക്കും. ഇതുവഴി ശേഖരിക്കുന്ന ഉമിനീർ ടെസ്റ്റ് കിറ്റിനുള്ളിലെ ദ്രാവകത്തിലേക്ക് മാറ്റും. ഇങ്ങനെ മാറ്റുമ്പോൾ സ്പോഞ്ചിന് നിറമാറ്റമുണ്ടെങ്കിൽ അതുവഴി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താം. സാധാരണ ബ്ലഡ് ടെസ്റ്റിന് സമ്മതം വാങ്ങണമെന്നാണ് നിയമം. സംശയം തോന്നിയതിൻ്റെ പേരിൽ ഒരാളിൽ നിന്ന് ബ്ലഡ് ടെസ്റ്റിനായി ശേഖരിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും നിയമലംഘനം നടത്തിയെന്ന് ബോധ്യപ്പെടണം. ഉമിനീറാകുമ്പോൾ ആ പ്രശ്നം ഉദിക്കുന്നില്ല. നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുവെന്ന് തെളിഞ്ഞാൽ ഡി അഡിക്ഷനും കൗൺസിലിങ്ങിനും തയ്യാറായാൽ നിയമ നടപടികളിൽ നിന്ന് രക്ഷ നേടി ലഹരി മുക്ത ജീവിതത്തിലേക്ക് പോകാൻ എക്സൈസ് വകുപ്പ് സഹായിക്കും. ഈ ഒരു കിറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലഹരി ഉപയോഗത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതാണ്.